എങ്ങോട്ടാ? നമ്മൾ കോഴിക്കോടേക്ക്. കോഴിക്കോട് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റ് നാളെ ആരംഭിക്കുകയാണ്. അവിടെ എന്റെ രണ്ടാമത്തെ പുസ്തകം യാത്രയ്ക്കപ്പുറം നാളെ റിലീസാവാണ്. വൈകിട്ട് 4 മണിക്ക് 5 മണിക്ക് ഇടയ്ക്ക്. അപ്പൊ കോഴിക്കോട് കാണാം. ഞങ്ങൾ റൂമിലെത്തി. ഇനി ജസ്റ്റ് ഒന്ന് KLF നടക്കുന്ന ബീച്ചിലൊന്ന് പോവാണ്. എന്നിട്ട് വന്ന് കിടക്കും, സ്വസ്ഥമായി ഇറങ്ങും. നാളെ 12:30 എന്റെ ഫസ്റ്റ് സെഷൻ. അപ്പൊ അതിന് 2 hours ബിഫോർ നമ്മൾ അവിടെ പോകണം എന്നാണ് ഇവിടുന്ന് പറഞ്ഞത്. അപ്പൊ നേരത്തെ ഇറങ്ങണം, വന്നിരുന്ന് ഉറങ്ങി റെസ്റ്റ് എടുത്ത് നാളെ ദി ബിഗ് ഡേ. KLF വേദിയിലാണ് നമ്മള്. ചേച്ചി എന്താ തോന്നണേ? ആദ്യമായിട്ട് കാണാൻ പോകുന്ന എക്സൈറ്റ്മെന്റ്. കൃത്യം മുന്നിലിരിക്കട്ടെ. അത്ര ഉണ്ടല്ലേ വലിപ്പം. ബുക്ക് ഫസ്റ്റ് പ്രകാശനം. ബുക്ക് ഇത്ര ഉണ്ട്. എല്ലാരും ഉണ്ടതാ. നാളെ കരയാനുള്ള കരച്ചിലല്ലായിരുന്നു. നാളെ ആരും അറിയും. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഒരു വീഡിയോ എടുത്തരും. ആയിക്കോട്ടെ. ഇവിടെ ഞങ്ങള് രാവിലെ ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഫസ്റ്റ് സെഷൻ 12:30. ഞാൻ ആദ്യം റെഡി ആയിട്ട് ഒരു 12 o'clock ആകുമ്പോൾ പോകും. 11:30 കഴിയുമ്പോൾ പോകും. ഇവരൊക്കെ പതുക്കെ 12 മണിക്ക് ആകുമ്പോഴായിരിക്കും. ഇതാണ് ഇന്നത്തെ കോസ്റ്റ്യൂം. രാവിലത്തെ സെഷന്റെ മേക്കപ്പ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനിയിപ്പോൾ സാരി കൊടുക്കണം. രണ്ട് സെഷനും സാരി. ഞാൻ പറഞ്ഞു 2 സെഷൻസ് ഉണ്ട്. 12:30 to 1 ഒരു സെഷൻ, വൈകിട്ട് 4 to 5 അതിലാണ് എൻ്റെ ബുക്കിന്റെ റിലീസ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് സെഷൻ ബുക്കിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസും അതിന്റെ ചർച്ചകളൊക്കെയാണ്. 2 സാരീസ് ആണ്. ഫസ്റ്റ് സ്വേച്ഛയിൽ നിന്നിട്ട് ഡിസൈൻ ചെയ്ത ഒരു ക്രേപ്പിന്റെ ഒരു സാരി. ഇറ്റ്സ് ലൈക്ക് ഒരു മെറൂൺ പോലത്തെ ഒരു ഷെയ്ഡ്. ഇതാണ് ബ്ലൗസ് വരുന്നത്. വൈകിട്ട് ബൈ ഹാൻഡിന്റെ സാരിയാണ്. അപ്പം സാരി എടുത്തിട്ട് വരാം. സോ യെസ്, റെഡി ആയി കഴിഞ്ഞു. ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങും. അവിടെ നമ്മുടെ ഇന്റർവ്യൂ, ആ സെഷൻ മാഡ് മധു എന്ന വ്യക്തിയായിട്ടാണ്. അപ്പോൾ അദ്ദേഹം അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മൾ സെഷന് മുമ്പ് അദ്ദേഹമായിട്ടൊന്ന് സംസാരിക്കണം. അപ്പോൾ അതിനുവേണ്ടി പോവാണ്. നമുക്ക് KLF വേദിയിലേക്ക് പോവാം. വരും. അദ്ദേഹമാണ് മാഡ് മധു. ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് സെഷൻ. അപ്പോ യുദ്ധം. ആൻഡ് അദ്ദേഹം എനിക്ക് തന്നതാണ്. മക്ലോഡ്ഗഞ്ച് ഞാൻ പോയ സ്ഥലമാണ്. അവിടുത്തെ മോങ്സ് ചെയ്യുന്നതാണ് ഇത്. അവിടുത്തെ ബുദ്ധിസ്റ്റ് അവരുണ്ടാക്കുന്നതാണ്. താങ്ക് യു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഞാൻ പണ്ട സീലിലൊക്കെ കാണാറുണ്ടായിരുന്നു. ഫാനായിരുന്നു. അപ്പൊ ആ സമയത്ത് നമ്മള് കാണുന്നല്ലേ ഇങ്ങനെ. നിങ്ങൾ ഒരു വലിയൊരു ഐക്കൺ ആയിരുന്നില്ല ആ സമയത്ത്. എന്റെ ബ്രദർ പറഞ്ഞേ ഉള്ളൂ, ഞാൻ എന്റെ ഒരു യാത്രയുടെ ബുക്ക് ഇന്ന് റിലീസ് ആവാണ്. അപ്പൊ അതെ അതെ പറഞ്ഞു ഇപ്പൊ ചെയ്തതേ ഉള്ളൂ. ഓക്കെ ഓക്കെ. സന്തോഷം.
കരയാൻ പറഞ്ഞ കരഞ്ഞ എനിക്ക് സംശയമാണ് ഇതെങ്കിലും ഇന്നലെ എങ്ങനെ അമ്മയ്ക്കറിയാമോ ഇവക്കറിയരുതാ കുറച്ച് മുമ്പ് സുമിനോട് പറഞ്ഞപ്പോ വരാൻ പറഞ്ഞാൽ വരാതിരിക്കാൻ പറ്റുമോ? അത് ഭയങ്കര സർപ്രൈസ് ആയിപ്പോയോ? രാവിലെ എത്തിയുള്ളൂ. എങ്ങനെ എവിടെ ഉണ്ടായിരുന്നു? ഞാൻ കരയാതെ പോയാ ഞാനിവിടെ ഒരു ഹോട്ടലിൽ റൂം എടുത്തു. കൊരങ്ങ വന്നേ ഉള്ളു. 11 മണിയായപ്പോ വന്നു. ഇത്ര വെള്ളം കുടിക്കും. സുമിന അറിയായിരുന്നോ? ഓൾ ദ ബെസ്റ്റ്. ഗായത്രി എഴുതിയ യാത്രയ്ക്കപ്പുറം എന്ന പുസ്തകത്തിന്റെ ഈ സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഗായത്രിയോട് എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, ഗായത്രി അകത്താണോ പുറത്താണോ യാത്ര ചെയ്യുന്നത് എന്നാണ്. നല്ലൊരു ചോദ്യമായിട്ടാണ് തുടക്കം. ആദ്യത്തെ യാത്ര തുടങ്ങുന്നത് പുറത്തു തന്നെയായിരുന്നു. പിന്നീടാണ് അകത്ത് ഒരു യാത്ര ഉണ്ടെന്ന് മനസ്സിലാക്കിയത്. അത് മനസ്സിലാക്കാനായിട്ട് പുറത്തെ യാത്ര ആവശ്യമായിട്ട് വന്നു. അതാണ് ഉത്തരം. പലപ്പോഴും വരെ യാത്ര നമ്മളൊരു കഥ പറച്ചിലുകാരനാക്കുന്നതാണ്. അപ്പൊ ഈ രണ്ട് മേഖലയിൽ യാത്രയിലും വായനയിലും പിന്നെ താല്പര്യമുള്ള ഒരാളെന്ന നിലയിൽ ഇതിൽ ഏറ്റവും അധികം സ്വാധീനിച്ചത് യാത്രയാണോ അതല്ല വായനയാണോ എന്നുള്ള ഒരു ചോദ്യം. എന്നെ എഴുത്തുകാരി എന്ന നിലയിൽ എന്നെ യാത്രകൾ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. നമ്മൾ വായനയിലൂടെ നമ്മൾ ഇന്റേണലി നമ്മൾ യാത്ര ചെയ്യുന്നു. ആ നേരത്തെ ചോദിച്ച ചോദ്യം പോലെ തന്നെ ആ യാത്രകൾ നമ്മൾ പലപ്പോഴും ആ വായനയാണ് പലപ്പോഴും യാത്ര ചെയ്യാനായിട്ട് നമ്മളെ പ്രചോദനം നൽകുന്നത്. അപ്പൊ രണ്ടും എനിക്ക് തോന്നുന്ന അതിനെ തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വായനയും യാത്രയും തമ്മിൽ അങ്ങനെ കമ്പയർ ചെയ്ത് പറയാനായിട്ട് അറിയില്ല. രണ്ടും എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ട് വ്യത്യസ്തമായ അനുഭവങ്ങൾ തന്നെയാണ്. യാത്രകളെ കുറിച്ചിട്ടുള്ള ഒരു പുസ്തകം ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടാണ് DC-നെ ആദ്യം വിളിച്ചത്. അപ്പം അത് യാത്രാ വിവരണമായിരിക്കണോ അതോ അതൊരു ഓർമ്മക്കുറിപ്പായിരിക്കണോ? പക്ഷെ ഞാൻ അങ്ങനെ എഴുതി വന്നപ്പം ഇതെല്ലാം അതിനകത്ത് വന്നു. അനുഭവങ്ങളുണ്ട്, ഓർമ്മകളുണ്ട്, യാത്രാ വിവരണങ്ങളുണ്ട്. ഇതെല്ലാം ചേർന്ന് അതുകൊണ്ടാണ് യാത്രയ്ക്ക് അപ്പുറം എന്ന് തന്നെ പേരിട്ടിരിക്കുന്നത്. യാത്രയുടെ കാര്യത്തിലാണ് ഞങ്ങൾ 3 പേരും ഒരുമിക്കുന്നത്. സുരേഷ് രുചി തേടിയുള്ള യാത്രയാണെങ്കിൽ ഞാൻ എല്ലാ തരത്തിലുള്ള യാത്രയും ചെയ്യുന്നുണ്ട്. ഗായത്രി ആണെങ്കിൽ ഗായത്രിയുടെ ഏറ്റവും പുതിയ പുസ്തകം യാത്രയ്ക്ക് അപ്പുറം തന്നെയാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അങ്ങനെ മൊത്തത്തിൽ യാത്രയാണ് ഞങ്ങൾ ഒരുമിപ്പിക്കുന്ന ഘടകം. അതുപോലെ തന്നെ സുഗതകുമാരി ടീച്ചറിനെ ഇന്റർവ്യൂ ചെയ്യാൻ പോകുമ്പോൾ ഞാനിങ്ങനെ ഭയങ്കര പ്രിപ്പറേഷനൊക്കെ ആയിട്ട് പോയിട്ട് അവിടെ ചെന്നപ്പം എന്നെ കണ്ട ഉടനെ അന്തസ്സുള്ള IPS-കാരി ഞാൻ എപ്പം കാണാറുണ്ട്. DC-യിലൊരു പുസ്തകം ഞാൻ പ്രകാശനം ചെയ്യപ്പെടുക എന്ന് പറയുന്ന വലിയൊരു കാര്യമല്ലേ. അപ്പം DC-ന്ന് വിളിച്ചിട്ട് ഞാൻ പിന്നെന്താ എഴുതാം എന്ന് പറഞ്ഞു. അപ്പോഴും എനിക്കറിയില്ല എങ്ങനെ എഴുതുക, എന്താ എഴുതുക എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് സംഭവിച്ചു.
ഇനി ഒരു പുസ്തകത്തെ പറ്റി ഇപ്പം തൽക്കാലത്തേക്ക് ചിന്തിക്കുന്നില്ല. ഇതിപ്പം വളരെ പെട്ടെന്ന് ചെയ്തതുകൊണ്ട് തന്നെ എനിക്ക് പോയ പല യാത്രകളെ കുറിച്ചും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ അടുത്ത എഡിഷൻസിലേക്ക് കുറച്ചുകൂടെ ചാപ്റ്റേഴ്സ് ഇതിലേക്ക് തന്നെ ആഡ് ചെയ്യണമെന്നുണ്ട്. ഒപ്പം തന്നെ അച്ചപ്പൻ കഥകൾ, അതും DC കൂടെയാണ് ഇനി പബ്ലിഷ് ചെയ്യാൻ പോകുന്നത്. നല്ല കുറവുണ്ടോ? ഇതാണ് ജിജോബായി അച്ചപ്പൻ കഥകൾ എന്ന എൻ്റെ പുസ്തകത്തിൻ്റെ പ്രസാധകനാണ്. ജിജോബായുടെ നിയതം പബ്ലിക്കേഷനാണ് അച്ചപ്പൻ കഥകൾ ഇറക്കിയത്. അപ്പം ബുക്ക് കാണുന്ന എല്ലാവർക്കും അറിയാം അതിൻ്റെ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളും ഒക്കെ. അപ്പം ജിജോബായി ഇന്നിപ്പോൾ വയനാട്ടിൽ നിന്ന്, ജിജോബായും ഫാമിലിയും ഇന്നിപ്പോൾ വന്നതാണ് വയനാട്ടിൽ നിന്ന്. ഇതിനു വേണ്ടിയിട്ട് എൻ്റെ പുസ്തക പ്രകാശനം ഉണ്ട് വാ. അപ്പം ഇവര് വന്നതാണ് വയനാട്ടിൽ നിന്ന്. ഒരുപാട് സന്തോഷം. ചുമ്മാ നമ്മുടെ പ്രേക്ഷകരൊക്കെ അറിഞ്ഞിരിക്കട്ടെ. ശരത്തേട്ടനെ വളരെ അവിചാരിതമായിട്ട് ഇവിടെ വെച്ച് കണ്ടു. ശരത്തേട്ടൻ അപ്പം തന്നെ ബുക്കിന്റെ പൈസ എത്രയാ പോലും ചോദിച്ചില്ല. 500 രൂപയിൽ നിന്ന് ഒരു പുസ്തകം വാങ്ങിച്ച് ഞാൻ കൊടുക്കട്ടെ. ഫോട്ടോയും കൂടെ അങ്ങനെ KLF-ൽ ഇത് എൻ്റെ 2ാമത്തെ തവണയാണ്. അങ്ങനെ 2ാം തവണ എൻ്റെ പുസ്തക പ്രകാശനവുമായിട്ട് ബന്ധപ്പെട്ടാണ് വന്നത്. ഞാൻ ഒരുപാട് ആരാധിക്കുന്ന 2 വ്യക്തിത്വങ്ങൾ. ബൈജു എൻ നായർ ഒരുപാട് യാത്രകൾ ചെയ്യുന്ന, ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയ, മാതൃഭൂമിയിൽ വർക്ക് ചെയ്തിട്ടുള്ള ബൈജു എൻ നായർ. ഒപ്പം തന്നെ ഷെഫ് പിള്ള, നമ്മുടെ കേരളത്തിൻ്റെ രുചി ലോകം മുഴുവൻ എത്തിക്കുന്ന ഷെഫ് പിള്ള. ഇവർ 2 പേരും ചേർന്നാണ് പുസ്തക പ്രകാശനം നിർവഹിച്ചത്. ഒരുപാട് സന്തോഷം. ഒരുപാട് എന്താ പറയുക, ഈ കടൽ പോലെ ഇങ്ങനെ നിറയെ ഓളങ്ങളുമായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇന്ന് രാവിലെ ഞാൻ ഭയങ്കര സ്ട്രെസ്ഡ് ആയിരുന്നു. പക്ഷെ അതെല്ലാം മാറി വളരെ കാമായിട്ട് ഭയങ്കര കണ്ടന്റോടുകൂടി തന്നെയാണ് ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്നത്. അപ്പോൾ യാത്രയ്ക്കപ്പുറം നിങ്ങൾക്കായിട്ട് ഇനി DC-യിലൂടെ ഞാനിങ്ങനെ തന്നിരിക്കുകയാണ്. എല്ലാവരും പുസ്തകം വാങ്ങിക്കുക, വായിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ബൈ.